വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ കുറെ നാളായി അല്ലേ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക്കിന്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ മാത്തമാറ്റിക്സ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ കംപ്ലീറ്റ് സിലബസ് ചെറിയൊരു ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളത് വേണമെങ്കിൽ അത് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. അപ്പൊ നമ്മള് കോംപ്ലക്സ് നമ്പേഴ്സിൽ തുടങ്ങാൻ പോവാണ്. ഈ +1 +2 സയൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ +1 കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് A+IB ഫോർമാറ്റിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. A+IB എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്നത് റിയൽ പാർട്ടും അതേപോലെ തന്നെ B എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും ആണ്. അതിനകത്ത് I കണ്ടില്ലേ, ആ I എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ട്ടാ. I എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു √(-1). ഇതിനെയാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മൾ എങ്ങനെയാണ് പണ്ടത്തെയായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു അത്? AX² + BX + C = 0 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? X = -b ± √(b² - 4ac / 2a. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതില് b² - 4ac എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പഠിച്ചിട്ടുണ്ട് നോ റിയൽ സൊല്യൂഷൻ അല്ലെ. അതായത് റിയൽ നമ്പറിൽ അതിന് സൊല്യൂഷൻ ഇല്ല. പക്ഷെ എവിടെയുണ്ട്? കോംപ്ലക്സ് നമ്പറിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ടുള്ള നമ്പർ സിസ്റ്റമായ കോംപ്ലക്സ് നമ്പർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² + 1 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ വിളിക്കുക x² = -1 എന്നും അതേപോലെ x = √(-1). സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു +or- ഇടണം അല്ലെ. അതിൽ √(-1) എന്താന്നാ പറഞ്ഞ I. സോ ദിസ് ഈസ് ഈക്വൽ ടു +or- I. അപ്പോ ഈ x² + 1 = 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് ആരൊക്കെയാണ്? പോസിറ്റീവ് I ആൻഡ് നെഗറ്റീവ് I. ഇങ്ങനെയാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.